വെൽക്കം ബാക്ക് ടു റാക്ക് മല്ലു കപ്പിൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് റാസൽ കെയ്മ അൽസറയ ഐലൻഡിലാണ്. ഇത് ഞങ്ങൾ മൂന്നാമത്തെ വ്ളോഗാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വ്ളോഗിലും ആൾക്കാർ കുറേ അപ്ഡേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി ഞങ്ങൾ ഈ വ്ളോഗിൽ ഓവർകം ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അൽസറയ ഐലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാസൽ കെയ്മ അൽ റംസിലാണ് ഉള്ളത്. നിറയെ മാൻഗ്രൂവ്സും അതുപോലെ തന്നെ നല്ല നല്ല സീനറികളും ഉണ്ട് ഇവിടെ. നമുക്കത് കൂടുതലായിട്ട് കാണാൻ കേട്ടോ. വായോ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ മറ്റേ തട്ടേക്കാട് പക്ഷി സംഗീതം പോലെയാന്ന് തോന്നണ്. ഈ മാൻഗ്രൂവ്സിൻ്റെ ഉള്ളിൽ നിറയെ കുഞ്ഞു കിളികളാണുള്ളത്. ദാ കാണണ ഐലൻഡ് കേട്ടോ. ഞങ്ങള് ഐലൻഡിലേക്ക് കടന്നിട്ടില്ല. ശരിക്കും ഐലൻഡിലേക്ക് വേറൊരു പാലം വഴി അപ്പുറത്ത് കൂടെ പോണം. ഇതിപ്പോ ഞങ്ങൾ ഐലൻഡിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഉള്ളത്. കണ്ടില്ലേ ഇവിടെ നല്ല ഗ്രീനറീസും ഗ്രീനറീസ്. നിങ്ങൾ അങ്ങോട്ട് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ. നാട്ടിലൊരു പാടത്തേക്കൊക്കെ ഇറങ്ങണ ഒരു ഫീലിങ്സ് ഉണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ. സമ്മത വീടല്ലേ ട്ടാ. ഇക്ക സൂക്ഷിച്ചു പോണേ. ഇറങ്ങ അപ്പൊ റാസൽ കെയ്മ നെക്കീലിന്ന് ഒരു 9 മിനിറ്റ് ഉള്ളു ഈ അൽസറയ ഐലൻഡിലോട്ട്. ഇത് റംസിലാണുള്ളത്. അൽ റംസ് അതായത് ഹജർ പർവ്വത നിരകളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. മാൻഗ്രൂവ്സ് കണ്ടില്ലേ എന്നുവെച്ചാല് മാൻഗ്രൂവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുറ്റിച്ചെടികൾ കൂടിച്ചേർന്ന് ഈ എക്കോസിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള പങ്ക് വഹിക്കണ കണ്ടൽക്കാടുകളാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാതോർത്താ കേൾക്കാം കുഞ്ഞു കിളികളുടെ സൗണ്ട്. നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം. എനിക്ക് തോന്നണ ചതുപ്പാണെന്നാണ് തോന്നണേ. കാല് താന്ന് പോവണെങ്കിൽ അങ്ങോട്ട് തിരിച്ചിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് അൽസറയ ഐലൻഡിന്റെ നല്ലൊരു വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. മുസഫർ അങ്ങോട്ട് നോക്കിയടാ. കണ്ടില്ലേ എന്താ രസം കാണാനായിട്ട്. കടലാണ് ഇത്. കടലിന്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഇങ്ങനെ നീളത്തിലാണ്, ചെറുതല്ല ഏറ്റവും തൊട്ട് ഏറ്റവും വരെയുണ്ട് നീളത്തിൽ ഇങ്ങനെ നമ്മളുടെ സറയ ഐലൻഡ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഓക്കെ, റാസൽ കെയ്മ നെക്കീലിന്ന് ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് ഉള്ളൂ. ദുബായിൽ നിന്ന് വരുന്നവർക്ക് ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്തന്നെ എത്താം. ശരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ആ ലൊക്കേഷൻ ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഐലൻഡിൻ്റെ ഉള്ളിലോട്ട് കടക്കാനായിട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ വീഡിയോഗ്രാഫി പ്രോഹിബിറ്റഡ് ആയാലും അവിടെ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഐലൻഡ് ഇങ്ങനെ നീണ്ടു കിടക്കാണ്. അപ്പോൾ നമ്മളുടെ അൽസറയ ഐലൻഡിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ബീച്ച് ഡ്രൈവ് ആണ്. അപ്പോൾ വരണമെങ്കിൽ 4x4 വെഹിക്കിളായിട്ട് വരണം. അപ്പം നമുക്ക് കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ റാസൽ കെയ്മയിൽ ഓൺ ബീച്ച് ഡ്രൈവ് ആയിട്ടുള്ള ഒരു ഐലൻഡ് ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണ്, ഞങ്ങൾ വേറെ ഒന്നും കേട്ടിട്ടില്ല. ഇവിടെ വന്ന് ക്യാമ്പിങ്ങും ഒക്കെ നന്നായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് അത്ര വലിയ ഇതൊന്നുമല്ല.
നമുക്ക് പറ്റണ പോലെയൊക്കെയാണ് അത്, നോ പ്രോബ്ലം. ഞങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങട്ടെ കേട്ടോ. ഞങ്ങൾ ഈ റാസൽ കൈമേലെ മൊത്തം ബീച്ച് നിങ്ങളെ കാണിക്കും. ശരിക്കും നമ്മളെ റാസൽ കൈമ എന്ന് പറയണത് നമ്മളുടെ നാട് പോലെ തന്നെയാണ്. തെങ്ങുകൾ മാത്രം ഇവിടെ കാണില്ല. 4-wheel ഡ്രൈവ് വണ്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവിടെ വണ്ടി ഇട്ടുങ്ങായിട്ട് നമുക്ക് ഇങ്ങോട്ട് നടന്നു പോരാ. ഇങ്ങനെ ഇറങ്ങി നമുക്ക് ബീച്ചിലോട്ട് പോവാം. മുസഫറെ, come on. പൽസര ഐലൻഡിലെ കുറച്ച് വ്യൂസ് എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ കയ്യിലെടുക്കാനായിട്ട് ഡ്രോൺ ഒന്നുമില്ല. ഡ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ കാണാൻ പറ്റിയേനെ. അപ്പോൾ മക്കളെ ഇങ്ങോട്ട് പോകുന്നേക്ക് 4-വീലറായിട്ട് വരണം. ബീച്ച് ഡ്രൈവ് നല്ല ഉഷാറായിട്ട് നടത്താൻ പറ്റും. തകർത്ത് പോവാ. കണ്ടില്ലേ, ബാക്കിൽ കാണിക്കണ കണ്ടില്ലേ? അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റാക്ക് മല്ലു കപ്പിൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ. ബൈ.